ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇതൊരു മെറൂൺ കളറിലെ ഫാബ്രിക്കിൽ ഗോൾഡൻ കളർ കൊണ്ട് ഒരു ആൻറ്റിക് കളർ കൊണ്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഡിസൈൻ വരച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുർത്തിയുടെ കൊടുക്കാം, ഷോൾഡർ പോർഷനിൽ അങ്ങനെയൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആൻറ്റിക് ബീഡ്സ് ആണ് കേട്ടോ. ഇത് കുറച്ചൊരു കുറച്ച് ആൻറ്റിക് ആയിട്ടുള്ള ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഇതാണ് വരുന്നത്. ഇതല്ല എടുക്കുന്നത്, ഇതുപോലെയുള്ള ആൻറ്റിക് ഷെയ്ഡ്. അപ്പോൾ അത് കുറച്ച് നല്ലൊരു ലുക്കായിരിക്കും. ഈ മെറൂൺ കളറ് ഇതുപോലുള്ള സിൽക്ക് ബ്ലൗസിനോടൊപ്പം അത് ഭയങ്കര ലുക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ബീഡ്സ്. ഇതുപോലുള്ള 2 ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതും ആൻറ്റിക് കളറിൽ തന്നെയാണ് എടുത്തേക്കുന്നത്, കണ്ടോ. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നീഡിലിൽ തന്നെ ഇതുപോലുള്ള സാധാരണ നൂല് തന്നെ, മെറൂൺ കളർ തന്നെ നൂല് ത്രെഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് ഇതുപോലെ നമ്മുടെ ഈ ബീഡ്സ് കയറാൻ പറ്റുന്ന ടൈപ്പിലുള്ള നീഡിലെടുക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ത്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വരച്ചേക്കുന്നത് ഇങ്ങനെയുള്ള ഷേപ്പിലാണ്. അപ്പം ഇനി നമുക്കത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഈ നൂലിൻ്റെ 2 എൻഡും കൂടെ കൂട്ടി കെട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂടി സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തേക്കോ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ റാൻഡമായിട്ട് നമ്മൾ ഈ 2 ബീഡ്സ്, പിന്നെ ഞാനിവിടെ കുറച്ച് പോർഷൻ ചെയ്യാം. 2 ബീഡ്സ് നമ്മൾ റാൻഡമായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ 2 ബീഡ്സിൻ്റെ പല സൈസിലുള്ളതും കിട്ടും കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊരു മീഡിയം ലെങ്ത്തിലുള്ള 2 ബീഡ്സാണ്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ കൂടെ തന്നെ ഒന്നും കൂടെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല. അതുവഴി തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ സാധാരണ കുഞ്ഞു ബീഡ്സ് ഉണ്ടല്ലോ, അതെങ്ങനെ ഇതുപോലുള്ള ബീഡ്സ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോർഡർ വരച്ചിരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബോർഡർ അങ്ങ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ബോർഡർ നന്നായിട്ട് അങ്ങ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നീറ്റായിരിക്കും വർക്ക് കാണാൻ. അപ്പോൾ നമുക്കത് ചെയ്യാം.
കണ്ടോ, ഇതുപോലെ നമുക്ക് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫുൾ ഫില്ല് ചെയ്താൽ കൊടുക്കാം. കുറച്ച് ടൈം കൺസ്യൂം ആണ്, നമ്മൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ.